ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരു ഡേ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ചായയാണ്. അപ്പോൾ ചായയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒന്ന് ആലോചിച്ചത് നമുക്ക് ഇന്ന് എന്ത് കറി വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് പച്ചക്കറികൾക്ക് തട്ടിമുട്ടി ഒരു സാമ്പാർ പ്ലാൻ ചെയ്തു. പിന്നെ കുറച്ച് ചോറ് വെക്കണമല്ലോ. എന്താ മക്കളൊക്കെ നേരത്തെ കാലത്ത് എണീറ്റിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്ന നേരം ആകുമ്പോഴേക്കും അവരും വന്നു. അപ്പോൾ അവർക്കും കുറേശ്ശെ ചായയൊക്കെ കൊടുത്തു. എനിക്ക് നിർബന്ധമില്ല, പക്ഷെ മക്കൾക്ക് ഭയങ്കര നിർബന്ധമാണ്. അമ്മ കുടിക്കാൻ തന്നെ ഞങ്ങൾക്കും കൂടി കുറച്ച് വേണമെന്ന്. ചായപ്രാന്തിയാണ് ഞാൻ. അപ്പോൾ അതും കൂടി എൻ്റെ മക്കൾക്ക് വരുന്നുള്ളൊരു സംശയത്തിലാണ്. അപ്പോൾ ഞാൻ അധികമൊന്നും കൊടുക്കണില്ല കേട്ടോ, കുറേശ്ശേ കൊടുക്കണുള്ളൂ 2 പേർക്കും. അവർക്ക് അത്ര വിവരമൊന്നും വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോഴൊക്കെ നമുക്കിങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. ചായ അത്ര നല്ലതല്ല, ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ അവർ ഞാൻ കുടിക്കുമ്പോൾ അമ്മ വേണമെന്ന് പറയുന്നോട് കൊടുക്കണം. അതെല്ലാം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ വെളിയിൽ പൂര കളിയാണ്. അപ്പോൾ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ നിന്നില്ല, അവരവരുടെ കളിയിലായിരുന്നു. പിന്നെ നമ്മുടെ സാമ്പാറായിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളി വറുത്തരച്ചൊരു കിടിലൻ സാമ്പാർ വെച്ചു. അപ്പോൾ തലേ ദിവസത്തെ പരിപ്പും മുരിങ്ങക്കായ് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒരു ചാറുകറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ടായിരുന്നു. സാമ്പാറും കൂട്ടിയിട്ട് രാവിലെ അത്യാവശ്യം പണികളൊക്കെ ഒരുങ്ങിയപ്പോൾ എനിക്ക് വയറാളാൻ തുടങ്ങി. ദൈവമേ വിശക്കണു. അപ്പോൾ വേഗം എന്നൊന്നും ഇല്ലാട്ടെ കുളി. ഞാൻ പൊതുവേ നേരത്തെ കഴിക്കുന്ന ആളാണ്, പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റായി പോയി. എന്തോ അങ്ങനെ നിന്നിട്ട് കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ട് ഊണ് കഴിക്കാൻ വൈകി. അപ്പോൾ അടിനല്ല കിടിലം രാവിലത്തെ ഫുഡായിരുന്നു. പിന്നെ ഇത് ഉച്ചത്തേക്കുള്ളതായിരുന്നു കേട്ടോ. സാമ്പാറുണ്ട്, എന്നിരുന്നാലും 2 ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് വറുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഇങ്ങനെയൊക്കെ കൂടുമ്പോഴല്ലേ കാര്യമില്ല. അപ്പോൾ അത് ഞാൻ വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുത്തെങ്കിലും ഞാൻ ഓണാക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്, അതുകൊണ്ട് അത് മിസ്സായിപ്പോയി. ഞാൻ പൊടികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വറുക്കണേൽ ഇത്ര പൊടികൾ കാണിക്കാനൊന്നും ഇല്ലെങ്കിലും ഒരു രസം അത്ര തന്നെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മക്കൾക്കൊക്കെ നമ്മളെ നീലൂട്ടി വന്ന് ചോറിനായിരുന്നു. ഉരുളക്കിഴങ്ങ് വറുത്തതും വഴുതങ്ങ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ആയപ്പോൾ അമ്മ കുറച്ച് അരി അരച്ചിട്ടുണ്ടായിരുന്നു നാളേക്ക്. ഇത് പിന്നെ പെട്ടെന്ന് സ്നാക്സ് വേണം പറയുമ്പോൾ അമ്മ തട്ടിമുട്ടി ഒരു അട ഉണ്ടാക്കിയും, പ്ലേറ്റ് അട എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ 3:30 ആയപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാത്രം കഴുകുന്ന അവിടെ നിന്നാണ് തുടങ്ങുന്നത് വൈകുന്നേരത്തെ പരിപാടികൾ. അപ്പോൾ വൈകുന്നേരത്തും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ കൂടുതൽ കാര്യങ്ങൾ എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയില്ല, കുറച്ച് വീഡിയോയിലുള്ളത് തന്നെയാണ് എൻ്റെ ഡെയിലിയുള്ള കാര്യങ്ങൾ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കാര്യമായ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താനും പറ്റിയില്ല. എപ്പോഴും പാത്രം കഴുകലും ചോറ് വയ്ക്കലും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ നടക്കുന്നത് വേറെ എങ്ങോട്ടും അല്ല ഗൈസ്, ഞാൻ തുണി അലക്കാൻ പോവുകയാണ്. അങ്ങനെ തുണിയൊക്കെ അലക്കിയപ്പോൾ കുറച്ച് ചോറ് വയ്ക്കണമായിരുന്നു വൈകുന്നേരത്ത്. ബാക്കി പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് വയ്ക്കാൻ പോകുന്നത്. റേഷൻ 2 തല വെച്ച് നമ്മൾ ചോറായി. അപ്പോൾ ചോറൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പലഹാര പണികളോട് വലിയ താല്പര്യം എന്നും തോന്നില്ല. എന്നും പലഹാരം അതൊരു മടുപ്പല്ല. അപ്പോൾ എപ്പോഴെങ്കിലും കൂടുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് നമുക്ക് നന്നായിട്ട് വെക്കാനായിട്ട് തോന്നും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ കൊച്ചു വീട്ടമ്മയുടെ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരുപാട് കമൻസൊക്കെ നല്ല കമൻസൊക്കെ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴാ മഴവില്ല് കണ്ടു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ഫോണിൽ ഈ ഒരു ക്ലാരിറ്റിയിലാണ് കിട്ടിയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. പിന്നെ ഇതുകൂടി നോക്കണേ.